ഞാൻ പണ്ട് ഈ അനിൽ കുടിത്തോട്ടവും അതോടൊപ്പം തന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നിക്കലുമൊക്കെയായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും സംസാരിച്ചതുകൊണ്ടാവണം പലരും എനിക്ക് ഈ അനിൽ കുടിത്തോട്ടവുമൊക്കെയായി ബന്ധപ്പെട്ട വീഡിയോസ് അയച്ചു തരാറുണ്ട്. അങ്ങനെ ഒരു വീഡിയോ 2-3 ദിവസം മുമ്പ് ഒരാളെനിക്ക് അയച്ചു തന്നു. ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: നമ്മുടെ മുഹമ്മദ് ഈസ ചോദിക്കും, നമ്മൾ കൊടുക്കും. ഇതായിരുന്നു തലക്കെട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, മുഹമ്മദ് ഈസയ്ക്ക് എന്തോ കാര്യമായി കൊടുത്ത് നമ്മുടെ കൊടിത്തോട്ടം അദ്ദേഹം കത്തി ജ്വലിച്ച് നിൽക്കുമായിരിക്കുന്നു. സംഗതി മുഹമ്മദ് ഈസയുടെ പേജിൽ പോയപ്പോഴല്ലേ അറിയുന്നത്. അദ്ദേഹം കൊടുത്തു നിർത്തിയിരിക്കുകയാണ് കൊടിത്തോട്ടത്തെ. അദ്ദേഹം കൃത്യവും വ്യക്തവുമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൊടി ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നാണ് ഈസ പറയുന്നത്. ഏതായാലും അത് അയച്ചു തന്നതുകൊണ്ട് എല്ലാവരും അതറിയേണ്ടതുള്ളതുകൊണ്ട് അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ വിപണിയിൽ കിട്ടുന്ന ചില സാധനങ്ങളുണ്ടിപ്പോൾ. അതിന് പണ്ടെങ്ങും വലിയ ഉപയോഗമില്ലായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് ചില ഉപയോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി അതിൻ്റെ മാർക്കറ്റ് ഗണ്യമായി കൂടിയ ചില വസ്തുക്കളുണ്ട്. നിങ്ങൾ ഓർത്തെടുത്താൽ കിട്ടും. പണ്ടാർക്കും വേണ്ടായിരുന്നു, ഇപ്പോൾ വളരെ ഗുണകരമായതെന്ന് വിചാരിച്ച് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം സംഗതിയിൽ വരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ അനിൽ കൊടിത്തോട്ടത്തെ പോലെയുള്ള പാസ്റ്റർമാർ. ഒരു കാലത്ത് അവർ മതപരമായ കാര്യങ്ങളിൽ മാത്രമായിരുന്നു ഇടപെട്ടിരുന്നതും ലാഭം വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളവും, അതോടൊപ്പം ആശുപത്രിയിൽ പോയി രോഗികളെ ചികിത്സിക്കാതെ ഈ കൺവെൻഷൻ സെൻ്ററുകളിൽ വിളിച്ചുകൂട്ടി രോഗികൾക്ക് ശമനം നൽകുന്ന ചില ഏർപ്പാടുകളുമൊക്കെ ആയിട്ടാണ് ജീവിച്ചു പോരുന്നത്. അന്നെങ്ങും ഈ കത്തോലിക്കർ ഇവരെ 7 അയലത്ത് കയറ്റുമായിരുന്നില്ല. അവർ ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ടു മറ്റേ സ്ഥലത്ത് എത്തിയതുമില്ല. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എയറിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ കത്തോലിക്കർക്ക് പണ്ട് മുതലേ രാഷ്ട്രീയ, ദേശീയ, കച്ചവട, വ്യവസായ, വാണിജ്യ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഇസ്ലാമോഫോബിയ വന്നതോടുകൂടി ഈ പറയുന്ന അനിൽ കൊടിത്തോട്ടത്തെ പോലെയുള്ളവരെ കൂടി ഈ കത്തോലിക്കർ വേദി കൊടുക്കാൻ തുടങ്ങി. വേദി കൊടുക്കുകയും കേൾക്കാനും ഒക്കെ തുടങ്ങിയതോടുകൂടി ഇവർക്കൊക്കെ ഒരു ഗമയങ്ങ് കൂടി. ഈ കേൾക്കുന്ന കത്തോലിക്കർ ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളോ പ്രഭാഷണങ്ങളോ അല്ല കേൾക്കുന്നത്, മറിച്ച് ഇസ്ലാം വിരുദ്ധത, പ്രവാചകനെ തെറി പറയൽ, പ്രവാചകൻ്റെ വിവാഹം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇതിലൊക്കെ ഏത് റേഞ്ചിലും പോയി പറയാനുള്ള ഒരു ജനറ്റിക് സ്ട്രക്ചർ ഇവർക്കൊക്കെ ഉണ്ട്. എന്നാൽ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളിൽ നിറയെ പലതുമുണ്ടെങ്കിലും ബാഹ്യമായി അങ്ങനെ പറയാറില്ല. പക്ഷേ കൊടിത്തോട്ടത്തിനും മുതൽ പേർക്കുമൊക്കെ അങ്ങനെയല്ല. ഇത് പറയാനുള്ള ഒരു സംഗതി ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന പോലെ 0 പോയിൻറ്റിൽ നിന്ന് വെടിവെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് ഈ പറയുന്ന കൊടിത്തോട്ടത്തിനെ പോലെയുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊങ്ങി അങ്ങ് പോയാണ് ഇത്തരം തലക്കെട്ടുകളോടെ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ആരാണ്? അദ്ദേഹം ഒരു ക്രൈസ്തവ മതവിശ്വാസിയായിരുന്നു. ഏതാണ്ട് 20 വയസ്സ് വരെ അദ്ദേഹം ആ വിശ്വാസത്തിൽ തുടർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരന്മാരുമൊക്കെ ഇപ്പോഴും ആ വിശ്വാസത്തിൽ തുടരുന്നവരാണ്. പാസ്റ്റർമാരായിട്ടുള്ള സഹോദരന്മാരുണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഈ ബൈബിൾ വായിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സംശയങ്ങളാണ് അദ്ദേഹത്തിനെ ഈ വിശ്വാസത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടിത്തോട്ടം ഈസ ചോദിക്കും, നമ്മൾ കൊടുക്കും എന്നൊക്കെ ഗമയിൽ പറഞ്ഞപ്പോൾ ഈ കൊടിത്തോട്ടത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ബോധ്യപ്പെടാൻ വേണ്ടി ഈസ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മുഹമ്മദ് ഈസ 2-3 ചോദ്യങ്ങൾ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. ഒന്ന് ത്രിയേകത്വത്തെക്കുറിച്ചാണ്. തൃത്വം എന്ന് പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇത് പലതാണോ ഒന്നാണോ എന്നൊക്കെ പറയുന്ന വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മറ്റൊന്ന് യഹോവയെക്കുറിച്ചാണ്, മറ്റൊന്ന് വേറൊരു വിശ്വാസപരമായ കാര്യത്തെക്കുറിച്ചും. യഥാർത്ഥത്തിൽ ആ വീഡിയോ ഫുള്ളായി ഈ ബോഡിയിൽ കേൾപ്പിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ യൂസ്ഡ് കണ്ടൻറ് എന്ന് പറയുന്ന ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിലുണ്ട് കൃത്യമായ ചോദ്യം. കൊടിത്തോട്ടം അടക്കമുള്ളവർക്ക് ഈ നമ്മൾ ചോദിക്കും കൊടുക്കും എന്നൊക്കെ പറയുന്ന ടൈറ്റിൽ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഇതാരെങ്കിലും ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇതിന് 2 കൊടുക്കാൻ പറയണം.
കൊടുത്തിട്ട് ആ മറുപടി ഈസയ്ക്ക് അയച്ചു കൊടുക്കാൻ പറയണം. അതുപോലെ സ്വന്തം സാമൂഹ്യ മാധ്യമ വാളിലും ഇടാൻ പറയണം. വെറുതെ ഉത്തരമില്ലാതെ ഈ പറയുന്ന വികാരം സൃഷ്ടിച്ച് അതും ഇതുമാക്കി ബെടക്കാക്കി തനിക്കാക്കാൻ നോക്കരുത്. അത്രയേ ഉള്ളൂ.